ബോഡി ഷേമിംഗ് വേണ്ട, കറുത്തത് തടിച്ചത് മെലിഞ്ഞത് ഈ വർത്തമാനങ്ങൾ മേലിൽ പറയരുത്. ഈ കുറ്റം ഇനി ആവർത്തിക്കരുത്. വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പോൾ ജാമ്യം റദ്ദാക്കും. കടുത്ത ഉപാധികളോടെ ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അതായത് 50,000 രൂപയുടെ ബോണ്ടും 2 പേരുടെ ജാമ്യവുമാണ് ഇപ്പോൾ വ്യവസ്ഥ. ബോഡി ഷേമിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ബോച്ചെ ഹാജരാകണം. വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണം. അല്ലാത്ത പക്ഷം ഈ ജാമ്യം റദ്ദ് ചെയ്യുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും കോടതി ഇതിലൂടെ വ്യക്തമാക്കുന്നു. ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല. കറുത്തത് തടിച്ചത് മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. 50,000 രൂപയുടെ ബോണ്ടിലും തത്തുല്യ ആൾ ജാമ്യത്തിലുമാണ് ഇപ്പോൾ ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി ഇപ്പോൾ ബോച്ചയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ജാമ്യം റദ്ദാക്കുമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പൊതു ഇടങ്ങളിൽ പിന്തുടർന്ന് വേട്ടയാടുന്നത് കാട്ടിയാണ് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ വയനാട്ടിലെ 1000 ഏക്കർ റിസോർട്ടിൽ നിന്ന് ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നാലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ബോച്ചയെ റിമാൻഡും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്ന ആവശ്യം കോടതി നിരസിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതി ജാമ്യം നൽകാൻ തയ്യാറായത്. അതേസമയം ജാമ്യ ഹർജിയിൽ നടത്തിയ പരാമർശങ്ങളെയും കോടതി വിമർശിക്കുകയാണ് ചെയ്തത്. പൊതുവേദികളിൽ തന്നെ പിന്തുടർന്ന് ദ്വയാർത്ഥ പ്രയോഗത്തോടെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ഹണി റോസ് പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസ് ബോബി ചെമ്മണ്ണൂർ നടത്തിയ സമാനമായ പരാമർശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ജാമ്യ ഉത്തരവ് ഇറങ്ങിയതോടെ ബോച്ച ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ഉത്തരവ് ജയിലിൽ ഹാജരാക്കി നടപടികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ മാത്രമായിരിക്കും ബോച്ചയ്ക്ക് പുറത്തിറങ്ങാനാകൂ. ഇപ്പോൾ കാക്കനാട് ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഹണി റോസിനെതിരായ ജാമ്യ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോച്ചെ പിൻവലിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട 6ാം നാളിലാണ് ബോച്ച ഇപ്പോൾ പുറത്തേക്ക് എത്തുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് തന്നെയാണ് ബോച്ചയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഹർജി വായിക്കുമ്പോൾ തന്നെ ബോച്ച ഹണി റോസിനെതിരെ നടത്തിയ ചില പ്രയോഗങ്ങളിൽ കോടതി തന്നെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പരാമർശങ്ങളെല്ലാം പിൻവലിക്കുകയാണെന്ന് ബോച്ചയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള കോടതിയെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നൽകാമെന്ന് വാക്കാൽ ഒരു മറുപടി കൊടുക്കുകയായിരുന്നു. തുടർന്ന് ബോച്ചയ്ക്ക് ജാമ്യം നൽകാമെന്ന് കോടതി തന്നെ നിലപാടെടുത്തു. ഇദ്ദേഹത്തെ പോലീസിന്റെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണമായത്. ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമല്ല എന്ന് തന്നെ കോടതി വിലയിരുത്തി. അത് മാത്രമല്ല, 3 വർഷം മാത്രം ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ബോച്ചയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് 6 ദിവസമായി ജയിലിൽ തുടരുന്ന ബോച്ചയ്ക്ക് ജാമ്യം അനുവദിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയുടെ കടുത്ത ഉപാധികളോടെയുള്ള ജാമ്യം ഇപ്പോൾ ബോച്ചയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.